മൻ അൻളറ മുഅ്സിറൻ, മൻ അൻളറ മുഅ്സിറൻ, ആരെങ്കിലും ഒരു ഞെരുക്കക്കാരന് കാലതാമസം ചെയ്തു കൊടുത്താൽ ഫലഹു, ആ വ്യക്തിക്കുണ്ട് ബികുല്ലി യൗമിൻ, ഓരോ ദിവസത്തിനും മിസ്ലിഹി സദഖ. 10-ാം തീയതി തരാന്ന് പറഞ്ഞു. 10-ാം തീയതി 1,00,000 എനിക്ക് അയാൾ തരണം. 10-ാം തീയതി ആയപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ഞെരുക്കാണ്. അപ്പം ഞാനൊരു 5 ദിവസം നീട്ടി കൊടുത്തു എന്ന് വിചാരിച്ചു. ശരി, 15-ാം തീയതി തന്നാൽ മതി നിങ്ങൾ. എങ്കിൽ ആ 5 ദിവസത്തിലെ ഓരോ ദിവസവും നിങ്ങൾ ഈ കൊടുത്ത 1,00,000 അയാൾ നിങ്ങൾ ഏത് കൊടുത്തതുപോലെ കൂലിയാണ്. ഓരോ ദിവസവും നിങ്ങൾ ഓരോ 1,00,000 സദഖ കൊടുത്തതുപോലെയാണ്. നീട്ടിക്കൊടുക്കുന്നതിൻ്റെ മഹത്വമാണ് ആ പറഞ്ഞത്. മൻ അൻളറ, പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും പറഞ്ഞു, മൻ അൻളറ മുഅ്സിറൻ, ഞെരുക്കക്കാരന് ഒരാൾ നീട്ടിക്കൊടുത്താൽ ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലൈഹി സദഖ, നീട്ടിക്കൊടുക്കുന്ന ഓരോ ദിവസവും 2 ഇരട്ടി സദഖ കൊടുത്ത കൂലിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ 1,00,000 വാങ്ങി, നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കുക. 1,00,000 വാങ്ങി, 10-ാം തീയതി തരാൻ ഡേറ്റ് എത്തി. അങ്ങനെ ഡേറ്റ് എത്തിയതിൻ്റെ മുമ്പല്ല, ഡേറ്റ് എത്തിയിട്ട് ഞാൻ അയാൾക്ക് എന്ത് ചെയ്തു? വീണ്ടും നീട്ടിക്കൊടുത്താൽ ഓരോ ദിവസവും ഞാൻ കൊടുത്ത സംഖ്യയുടെ ഇരട്ടി ഞാൻ സദഖ കൊടുത്ത കൂലിയാണ്. 1,00,000 ആണെങ്കിൽ അയാൾക്ക് 2,00,000 സദഖ കൊടുത്തതുപോലെ. ഡേറ്റ് ആയിട്ട് വീണ്ടും നീട്ടിക്കൊടുക്കുമ്പോൾ ഓരോ തവണ ഞാൻ എത്ര ദിവസമാണോ നീട്ടിക്കൊടുക്കുന്നത് ആ ദിവസമൊക്കെ ഞാൻ അയാൾക്ക് കൊടുത്ത സംഖ്യയുടെ ഇരട്ടി സദഖ കൊടുത്തു ഓരോ ദിവസവും. അതിൻ്റെ പുണ്യമാണ്. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെയൊക്കെ മഹത്വം സഹോദരങ്ങളെ. ഇത് കേട്ടപ്പോൾ സഹാബി ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂൽ നിങ്ങളിപ്പോൾ 2 രൂപത്തിലാണല്ലോ പറഞ്ഞത്. ആദ്യം പറഞ്ഞു നിങ്ങളെന്ത്, ഇങ്ങനെ ഞെരുക്കക്കാരന് നീട്ടിക്കൊടുത്താൽ അവന് 1 സദഖയുടെ കൂലിയുണ്ട് ഓരോ ദിവസത്തിനും. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു ഞെരുക്കക്കാരന് അവധി നീട്ടിക്കൊടുത്താൽ 2 സദഖയുടെ അഥവാ ഇരട്ടി സദഖ ഓരോ ദിവസം കൊടുത്തതുപോലെ ഉണ്ട്. എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലഹു ബികുല്ലി യൗമിൻ സദഖ, ഓരോ ദിവസവും ഓരോ ആ സംഖ്യ സദഖയായിട്ട് കൂട്ടൽ എപ്പോഴാണ്? ഖബല അൻ യഹില്ല ദൈൻ, കടത്തിൻ്റെ അവധി എത്തുന്നതിന് മുമ്പ് നീട്ടിക്കൊടുത്താലാണ്. കടത്തിൻ്റെ അവധി എത്തിയിട്ടില്ല, എത്തുന്നതിന് മുമ്പ് തന്നെ നീ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു ഇത് ഇപ്പം തരണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് തന്നാൽ മതി. എന്നാൽ ആ ഡേറ്റ് മുതൽക്കുള്ള ഓരോ ദിവസവും നീ അയാൾക്ക് കൊടുത്ത സംഖ്യ അയാൾക്ക് ആ ദിവസം നീ സ്വതക്ക ചെയ്തതുപോലെ പിറ്റേ ദിവസം എത്ര ഡേറ്റ് ഉണ്ട്, 5 ദിവസമാണോ നീട്ടി കൊടുത്തതെന്ന് 5 ദിവസം അയാൾക്ക് ഈ എമൗണ്ട് സ്വതക്ക കൊടുത്ത കൂലിയാണ്. പിന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് അതേ അവസരത്തിൽ ഫൈദാ ഹല്ലദ്ദൈനു, അവധി എത്തിയിട്ട് ഫഅൻളറഹു, നീ അയാൾക്ക് നീട്ടിക്കൊടുത്താലോ ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലൈഹി സദഖ, അവധി എത്തിയിട്ടും പിന്നെ നീ അയാൾക്ക് നീട്ടിക്കൊടുത്താൽ നീട്ടിക്കൊടുക്കുന്ന ഓരോ ദിവസത്തിനും നീ കൊടുത്ത എമൗണ്ടിൻ്റെ ഇരട്ടി നീ അത് സദഖയായി കൊടുത്തതിന് സമാനമാകുന്നു. അപ്പം എത്രത്തോളം പുണ്യമുണ്ട് കടം കൊടുക്കുന്നതിൽ. അപ്പം കടം കൊടുക്കാൻ സാമ്പത്തികമായി ശേഷിയുള്ള ഒരാളും ഇനി മടി കാണിക്കേണ്ടതില്ല.